നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റംബൂട്ടാൻ പിക്കിളാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. അച്ചാർ തയ്യാറാക്കുവാനായി മുഴുത്ത 20 റംബൂട്ടാൻ പഴങ്ങളാണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി 15 അല്ലി, നമുക്കിത് നടുവേ കീറിയിടാം. ഇഞ്ചി 1 ഇഞ്ച് വലിപ്പത്തിലുള്ള കഷ്ണം ചെറുതായി കട്ട് ചെയ്തത്. പച്ചമുളക് മീഡിയം സൈസിൽ ഒരെണ്ണം ചെറുതായി കട്ട് ചെയ്തത്. കറിവേപ്പില 1 തണ്ട്. ഉലുവ 1/2 ടീസ്പൂൺ. കടുക് 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ. നോർമൽ മുളക് പൊടി ഉപയോഗിക്കുന്നവർ 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാകും. കായപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഉലുവ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. അടുത്തതായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാനായി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് വഴറ്റിയെടുക്കുക. അതിനുശേഷം തിളപ്പിച്ച 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 240 മില്ലിയുടെ കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. സ്പൂണിൻ്റെ മെഷർമെൻറ്റുകൾ തെറ്റാതെ സൂക്ഷിക്കുക. ഒരു മീഡിയം രീതിയിലുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യാനുസരണം നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് ഇതിലെ വെള്ളം പറ്റി വരാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം നമുക്ക് ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നമസ്കാരം.